ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഡിഷാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ സ്വന്തം നാടൻ റെസിപ്പിയിൽ എങ്ങനെ സ്പൈസസ് ഒക്കെ ഉപയോഗിച്ച് മീറ്റ് ബോളും പാസ്തയും ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇനി സോസിന് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, തക്കാളിക്ക, സവോള അരിഞ്ഞത്. ഇനി മീറ്റ് ബോളിന് ആവശ്യമായ സാധനങ്ങൾ മീൻസ് മീറ്റ് 1 കിലോ, ബ്രെഡ് ക്രംസ്, ഗാർലിക്ക്, എഗ്സ്. മീറ്റ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ മിൻസ് മീറ്റിലേക്ക് 3 മുട്ട ചേർക്കാം. ഇതോടൊപ്പം 1 കപ്പ് ബ്രെഡ് ക്രംസ്, 1 ടീസ്പൂൺ ഉപ്പ് അതും കൂടെ ചേർത്ത് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ട് മീറ്റ് ഇതുപോലെ ബോൾ പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് മീറ്റ് ബോൾ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും മീറ്റ് ബോൾ ഒന്ന് തിരിച്ചിടാം. മീറ്റ് ബോളിൻ്റെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എണ്ണയിലൊന്ന് മൊരിഞ്ഞു വരാൻ അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. പാസ്തയ്ക്ക് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാൻ വേണ്ടി സവോളയൊന്ന് നമുക്ക് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. സവോളയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സോസ് ഒന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോഴത്തേനും മീറ്റ് ബോൾ ചേർത്ത് കൊടുക്കാം. ഗ്രേവി തിളച്ച് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പാസ്ത തയ്യാറാക്കാൻ വേണ്ടി വെള്ളം തിളച്ച് വരുമ്പം ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കാം. പാസ്ത വെന്ത് വരാൻ ഒരു 10-15 മിനിറ്റ് മതിയാവും. പാസ്ത റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീറ്റ് ബോളിൻ്റെ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പാസ്ത സോസിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പാസ്ത ഇതുപോലെ സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മീറ്റ് ബോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മല്ലിയില ഉപയോഗിച്ച് അല്പം ഗാർണിഷ് ചെയ്യാം. നമ്മുടെ മീറ്റ് ബോളും പാസ്തയും അങ്ങനെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. പാസ്ത ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്.